ചില ഫാനുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതും എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ശരിയായ ഇൻസ്റ്റാളേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ അടുത്ത ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെ ഉയർന്ന സുരക്ഷയും പ്രകടനവും ഉപയോഗിച്ച് നിങ്ങളുടെ ഫാനിൽ നിന്ന് പരമാവധി പ്രയോജനം നേടാനാകും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു പൂർണ്ണ പാക്കേജിൽ ലഭ്യമാണ്. ഉൽപ്പന്നങ്ങളുടെ ഒരു വിശകലനം. ഇതാ ഫാൻ റിമോട്ട്, ഡൗൺലോഡ്, കനോപ്പീസ്, സ്ക്രൂസ് ആൻഡ് ബ്ലേഡുകൾ. മോട്ടോറിൽ മുൻകൂട്ടി ഘടിപ്പിച്ചിരിക്കുന്ന ബ്ലേഡ് സ്ക്രൂകൾ നീക്കം ചെയ്യുക. എന്നാൽ സ്ക്രൂകൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് മോട്ടോർ മൃദുവായ തുണിയിൽ വയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഈ ഘട്ടം മോട്ടോറിലെ ഏതെങ്കിലും പോറലുകൾ ഒഴിവാക്കുന്നു. അടുത്തതായി മോട്ടോർ ഫിക്സിംഗ് ദ്വാരങ്ങളുമായി ബ്ലേഡുകൾ വിന്യസിക്കുക. ഓരോ ബ്ലേഡും ഘടിപ്പിക്കുന്നതിന് മുമ്പ് പേപ്പർ വാഷർ സ്ഥലത്തുണ്ടെന്ന് ഉറപ്പാക്കുക. പേപ്പർ വാഷർ ബ്ലേഡിനും മോട്ടോറിനും ഇടയിലാണ് ഇരിക്കുന്നത്. ഇത് വൈബ്രേഷൻ തടയുകയും ശബ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ബ്ലേഡ് ദ്വാരങ്ങളിലൂടെ സ്ക്രൂകൾ തിരുകുക. വളരെ അയഞ്ഞതോ വളരെ ഇറുകിയതോ ആകരുത്. അയഞ്ഞ സ്ക്രൂകൾ അടിയുലയുന്നതിനും ശബ്ദത്തിനും കാരണമാകുന്നു. അമിതമായി മുറുകുന്നത് ബ്ലേഡിൽ പൊട്ടലുണ്ടാക്കാം. വയറിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് വൈദ്യുതി വിതരണം വിച്ഛേദിക്കുന്നതിനും അപകടസാധ്യത ഒഴിവാക്കുന്നതിനും MCB ഓഫ് ചെയ്യുക. BLDC ഫാനുകൾക്ക് ബാഹ്യ റെഗുലേറ്ററുകൾ ആവശ്യമില്ല. കേടുപാടുകൾ തടയാൻ അവയെ ബൈപ്പാസ് ചെയ്യുക. ഇനി സീലിംഗ് ഹുക്കിൽ ഷാക്കിൾ അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് ഡൗൺ റോഡ് മൗണ്ട് ചെയ്യുക. അത് സ്ഥലത്തുറപ്പിക്കാൻ സേഫ്റ്റി പിൻ ചേർക്കുക. മൗണ്ടിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മുകളിലെ കോൺ കനോപ്പി കൊണ്ട് മൂടുക. അടുത്തതായി ബെലോ റോഡ് വലതുവശം മുകളിലായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് ശരിയായ ഉയരത്തിൽ ക്രമീകരിക്കാൻ കഴിയും. നിങ്ങൾ 2 തവണ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫാനിന്റെ താഴത്തെ പകുതി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയമായി. ഡൗൺ റോഡിലൂടെ വയർ കടത്തി പവർ വയറുകൾ മോട്ടോർ ടെർമിനലുകളുമായി പൊരുത്തപ്പെടുത്തുക. ഉയരം ക്രമീകരിക്കാൻ അനുവദിക്കുന്നതിനായി ബെലോ റോഡ് കനോപ്പിയും ഒരുമിച്ച് ഡൗൺ റോഡിനെ മൂടുന്നു. വയർ കണക്ഷനുകൾ മുറുക്കി മോട്ടോർ ഹെക്സ് നട്ടുകളും സ്പ്ലിറ്റ് പിന്നുകളും ഉപയോഗിച്ചുറപ്പിക്കുക. തടസ്സമില്ലാത്ത ചലനത്തിനായി ഒരു ഇഞ്ച് വിടവ് ഉറപ്പാക്കിക്കൊണ്ട് ബോട്ടം കാനോപ്പി ഉപയോഗിച്ച് മോട്ടോർ സർക്യൂട്ട് മൂടുക. ടോപ്പ് കാനോപ്പി ഉപയോഗിച്ച് സീലിംഗ് മൗണ്ടിംഗ് ഏരിയ മൂടുക. ബോക്സിൽ നിന്ന് റിമോട്ട് കൺട്രോൾ പുറത്തെടുത്ത് ബാറ്ററികൾ ഇടുക. പവർ ബട്ടൺ അമർത്തി സ്വിച്ച് ഓൺ ചെയ്യുക. റിമോട്ട് മുൻകൂട്ടി പെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പവർ ബട്ടൺ 10 സെക്കൻഡ് അമർത്തി പിടിക്കുക. 2 ബീപ്പുകളുടെ അർത്ഥം പെയറിംഗ് കൺഫേം ആയി. റിമോട്ട് കൊണ്ട് സ്പീഡ് കൺട്രോൾ ആവും. അത് LED-യിൽ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ LED ഓഫ് ചെയ്യാനും കഴിയും. ഫാനിന്റെ 6 സ്പീഡ് ലെവൽ ഉണ്ട്. അത് റിമോട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പരമാവധി പ്രകടനത്തിനായി ഫാൻ പൂർണ്ണ വേഗതയിൽ പ്രവർത്തിപ്പിക്കാൻ ബൂസ്റ്റ് മോഡ് അമർത്തുക. നാച്ചുറൽ ബ്രീസ് മോഡ് കുറഞ്ഞ വേഗതയിലും ഉയർന്ന വേഗതയിലും മാറി മാറി വരുന്നു. സ്വാഭാവിക വായു പോലെ. സ്ലീപ്പ് മോഡ് എനർജി ലാഭിക്കുകയും ഫാൻ വേഗത 1 മണിക്കൂറിനുള്ളിൽ ക്രമേണ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. വർഷം മുഴുവനും സുഖകരമായിരിക്കാൻ നിങ്ങൾക്ക് ഫാൻ റൊട്ടേഷൻ മാറ്റാം. വേനൽക്കാലത്ത് ഫോർവേഡ് മോഡ്, ശൈത്യകാലത്ത് റിവേഴ്സ് മോഡ്. ഇനി വൈദ്യുതി ബില്ലിന്റെ ടെൻഷൻ കഴിഞ്ഞു. പോളിക്യാബ് സൂപ്പർ ROF ഫാനുകൾ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള BLDC സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫാൻ ഇൻസ്റ്റാൾ ചെയ്തു. അതുകൊണ്ട് സുഖമായി ഇരുന്ന് മെച്ചപ്പെട്ട സുരക്ഷയോടെ ശക്തമായ പ്രകടനം ആസ്വദിക്കൂ. പോളിക്യാബിൽ നിന്നുള്ള ഒരു കൺസ്യൂമർ സേഫ്റ്റി ഇനിഷ്യേറ്റീവ്.